ബൽദേവ് സച്ചിദാനന്ദൻ ഇപ്പോൾ കരമടയ്ക്കാൻ ഞങ്ങൾ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ സത്യവാങ്മൂലം നൽകുവാൻ പോകുന്ന സർക്കാരിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, സർക്കാരിലേക്ക് പണം കിട്ടും. അതിനപ്പുറം എന്താണ്? മുനമ്പം ജനത അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കരുതുന്നത്. കേട്ടോ, ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കൂലല്ലോ. ഞങ്ങൾക്ക് എന്തിനാണ് കരമടച്ച് കിട്ടണത്? ശരി, വഖഫ് ബോർഡിന്റെ ആസ്തിയിൽ രജിസ്റ്റർ എഴുതിയിരിക്കുന്ന ഒരു ഭൂമിക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് കരമടക്ക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഗുണം? അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്ത് ഗുണമാണുള്ളത്? നേരത്തെയും സർക്കാർ കരമടയ്ക്കാൻ അനുവാദം കൊടുത്തതാണല്ലോ, കോടതിയെ സ്റ്റേ ചെയ്യുകയും ഉണ്ടായി. ഇപ്പോൾ ഈ പറയുന്നത് പോലെ കരമടയ്ക്കാൻ പറ്റില്ല. കാരണം കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റ് സത്യവാങ്മൂലം കൊടുത്താലും ആ സ്റ്റേ നിലനിൽക്കുമ്പോൾ കരമടയ്ക്കാനും പറ്റില്ല, അടയ്ക്കാനുള്ള നിയമസാധുതയുമില്ല. ഇവിടെ ഇതിനകത്തൊരു പ്രധാന പ്രശ്നം, ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് ആക്ടാണ്. ഇത് 1913 ബ്രിട്ടീഷുകാരാണ് ആദ്യമായിട്ട് നിയമം കൊണ്ടുവന്നത്. അത് 54 അമെന്റ് ചെയ്ത് 95 വന്ന് 2013 അമെന്റ്മെന്റ് വന്നു. ആ ആക്ട് നിലനിൽക്കുമ്പോൾ ഇതിന് സ്റ്റേറ്റ് വഖഫ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഇല്ല. സംസ്ഥാന ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ അത് ആര് ഭരിച്ചാലും ഒരു മീഡിയേറ്ററുടെ റോള് മാത്രമേ ഉള്ളൂ. മധ്യസ്ഥനായി നിന്ന് രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിച്ചു പോകും. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്ന് പറയുന്നത് ഫറൂഖ് കോളേജാണ്. ഇത് ഒരു കമ്മീഷനിലാണ് തുടങ്ങിയത്, നിസാർ കമ്മീഷൻ, റിട്ടയർഡ് ജഡ്ജി MM നിസാർ കമ്മീഷനിലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇപ്പോൾ പുതിയൊരു കമ്മീഷൻ വന്ന് നിൽക്കുന്നു. ഫറൂഖ് കോളേജ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്കിത് ഗിഫ്റ്റ് ഡീഡായിട്ട് കിട്ടിയതാണ്. അങ്ങനെ ഗിഫ്റ്റ് ഡീഡ് ആണെങ്കിൽ ശരിയാണ്, 100% ശരിയാണ്, അത് വഖഫ് അല്ല പ്രോപ്പർട്ടി. അത് വില കൊടുത്ത് അവർ വാങ്ങിച്ചാണ്. വഖഫ് പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റില്ല, അത് ഇറിവോക്കബിൾ ആണ്. ഡെഫിനിഷൻ തന്നെ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് അല്ല ഗിവൺ ബൈ പീപ്പിൾ, പെർമനന്റ് ഡെഡിക്കേഷൻ ഓഫ് മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫോർ ദ പർപ്പസ് എൻഷ്രൈൻഡ് ഇൻ ഇസ്ലാം, പയസ്, റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അതാർക്കും വിൽക്കാനോ ക്രയവിക്രയം ചെയ്യാനോ ഒന്നും സാധ്യമല്ല. അപ്പോൾ നിയമപരമായി നോക്കിയാൽ ഒരു അഭിഭാഷകൻ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നത് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന് നിങ്ങൾ പറയുന്നത് പോലെ പരിപൂർണമായിട്ട് ഇത് പരിഹരിക്കാൻ പറ്റില്ല. കാര്യം സംസ്ഥാന ഗവൺമെന്റും വഖഫും തമ്മിൽ ഇത് പ്രശ്നം പരിഹരിക്കുമെന്ന് തീരുമാനിക്കുക. വഖഫ് അവരുടെ ആവശ്യത്തിന് അവർ പിന്മാറുന്നു. നിസാർ കമ്മീഷന്റെ കാര്യത്തിൽ നിസാർ കമ്മീഷൻ സർക്കാരിന് ശുപാർശ നൽകുകയായിരുന്നു ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വഖഫ് ബോർഡിനോട് നിർദ്ദേശിച്ചാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ശ്രീ ഫാദർ ജോഷി മയ്യാറ്റിൽ, സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഉദ്ദേശിക്കുന്നത് അല്ല, സംസ്ഥാന സർക്കാർ സെറ്റിൽ ചെയ്താലും വഖഫുമായിട്ട് ചേർന്ന് ഫറൂഖ് കോളേജ് മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുമായിട്ട് സെറ്റിൽ ചെയ്താലും ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിനകത്ത് വീണ്ടും കോടതിയിൽ കേസ് നടത്താം. കാരണം സെൻട്രൽ ആക്ട് അവിടെ നിലനിൽക്കുകയാണ്. ആ സെൻട്രൽ ആക്ട് നിലനിൽക്കുന്നിടത്തോളം കാലം സംസ്ഥാന ഗവൺമെന്റിന് പരിപൂർണമായിട്ട് ഒരിക്കലും സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. ഇത് സെറ്റിൽ ചെയ്യാൻ ഒരു മധ്യസ്ഥന്റെ റോള് മാത്രമേ ഉള്ളൂ. രണ്ടുപേരെ ഒരുമിച്ചിരുത്തി മുഖ്യമന്ത്രിയുടെയോ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പ്രശ്നത്തിൽ നിന്ന് പിന്മാറുന്നു. 4ാമതൊരു പാർട്ടി കേസ് കൊടുക്കുക. ഇവിടെ പറഞ്ഞത് ശരിയാണ്, അവര് കരമടയ്ക്കാൻ ചെന്നാൽ വേറൊരാൾക്ക് സ്റ്റേ വാങ്ങിക്കാം. കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം സെൻട്രൽ ആക്ട് നിലനിൽക്കുന്നു. ആക്ടിന് ഉപരിയായിട്ട് കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ആക്ട് അമെൻഡ് ചെയ്യണം. പക്ഷെ ആക്ട് അമെൻഡ് ചെയ്യുമ്പോൾ BJP ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആക്ട് അമെൻഡ്മെന്റ് അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. BJP പറഞ്ഞതുപോലെ വഖഫ് പ്രോപ്പർട്ടികളൊക്കെ പിടിച്ചെടുക്കാനും ഒക്കെയുള്ള നിർദ്ദേശത്തോട് ചെയ്യുന്ന ആക്ടാണ്. പക്ഷെ അതിന് ചില കാര്യങ്ങൾ അമെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ വഖഫ് ആക്ടിനകത്തുണ്ട്. ആ രീതിയിലാണെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതാണ് അതിന്റെ കാര്യം. ശരി, ഫാദർ ജോഷി മയ്യാറ്റിൽ അഡ്വക്കേറ്റ് ബൽദേവ് പറഞ്ഞ പോലെ തന്നെയാണോ കാര്യങ്ങൾ? നോക്കൂ, അഡ്വക്കേറ്റ് ബൽദേവ് വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതായത് നിയമപരമായ പ്രശ്നങ്ങൾ പിന്നെയും വരാൻ എപ്പോഴും സാധ്യതയുണ്ട്. അതുകൊണ്ട് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഇത് നിയമത്തിന്റെ ഭേദഗതി